അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല പല പടങ്ങളും മസാലപ്പടമായിട്ട് വരണം. അവർക്ക് കൃത്യമായിട്ട് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അത് പാളിപ്പോയിട്ടുണ്ട് ഹിന്ദിയിൽ, പക്ഷെ അത് അവർ റീഗെയിൻ ചെയ്യും. അത് തെലുങ്ക് കറക്റ്റായിട്ട് പിടിച്ചു എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓഡിയൻസിന്, അപ്പോൾ ഞാൻ സീരിയൽ, ഇപ്പോൾ ഞാൻ അസുര എഴുതുന്ന അതേ മൂഡിലായിരിക്കില്ല ഞാൻ ഇരുന്നിട്ട് അദാലത്ത് എഴുതുന്നത്. കാരണം അദാലത്ത് കാണുന്ന ലീഗൽ ത്രില്ലർ കാണുന്ന അരമണിക്കൂറിൽ ത്രില്ല് കൊടുത്ത് കാണുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഞാൻ ആ സ്റ്റൈലിലായിരിക്കും അത് എഴുതുക. ഞാനിപ്പോൾ കോളംസ്, ഞാൻ BBC കോളം എഴുതാറുണ്ട്, NDTVക്ക് കോളം സ്ഥിരമായിട്ട് എഴുതുന്നുണ്ട്, ഔട്ട്ലുക്ക് ട്രാവലറിൽ എഴുതുന്നുണ്ട്, ഞാൻ കോളം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതുന്നുണ്ട്. ഓരോന്നും ഡിഫറെൻ്റാണ്. മാതൃഭൂമി യാത്രയ്ക്ക് എഴുതുന്നുണ്ട്. ഞാൻ ഏത് ഓഡിയൻസ് ആണോ അതനുസരിച്ചിട്ടായിരിക്കും. കുട്ടികൾക്ക് എഴുതാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. കുട്ടികളുടെ ലാംഗ്വേജിലേക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം ബ്രേക്ക് ചെയ്യാൻ ചെയ്തതാണ്. രോഹിത് ഷെട്ടിയുടെ പടം പോലെ പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ്. കിട്ടിയാൽ ഒത്തു കുറേ കാശ് കിട്ടും, കിട്ടിയില്ലെങ്കിൽ അടുത്ത പടം കിട്ടില്ല. അത്ര സിമ്പിളാണ്. നമസ്കാരം സാർ. ആനന്ദേട്ടൻ്റെയും അതുപോലെ പ്രിയൻ്റെയും അവതരണം പറച്ചിൽ വളരെ ഭംഗിയായി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു സജഷൻ പറയുകയാണ്, ഇതൊരു ഓഡിയോ CD കൂടി പുസ്തകത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കഥയാകുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും. കാരണം ഇതിൽ ഏറ്റവും നല്ലത് നമ്മൾ ആ പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആ ഒരു സൗണ്ടിൻ്റെ വേരിയേഷനിലൂടെ കൂടി ആ കഥ കേട്ടപ്പോഴാണ് അത് കൂടുതൽ രസകരമായി തോന്നിയത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കുള്ള പ്രത്യേകിച്ചുള്ള പുസ്തകങ്ങളാണെങ്കിൽ അതിലൊരു ഓഡിയോ CD കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം. ഓഡിയോ ഉണ്ട്. അത് ഓൾറെഡി പ്രിയന് സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്കിഷ്ടംപോലെ സമയമുണ്ട്. പ്രിയൻ സമയം കിട്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. മുഴുവനും കഥ പറഞ്ഞ് ചെയ്യാനുള്ളൊരു ആഗ്രഹവും ആലോചനയുണ്ട്. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു, അല്ലേ? എൻ്റെ പേര് ശങ്കർ എന്നാണ്. ഞാൻ സാറിൻ്റെ അജയ സീരീസിലെ 2 ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. സാർ അതിൽ ചില ക്യാരക്ടേഴ്സ് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. സാത്യകി, ബപ്പുർവാഹനൻ, ഭഗവത്തിന്, അതുപോലെ ചില ക്യാരക്ടേഴ്സ് മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്താ? മഹാഭാരതത്തിലുള്ള ക്യാരക്ടേഴ്സ് മുഴുവൻ ഇടുകയാണെങ്കിൽ മഹാഭാരതത്തിൻ്റെ വലിപ്പം അറിയാമല്ലോ. നമ്മൾ വേണ്ട സാധനം എടുത്തിട്ട് വേണ്ടാത്ത മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ പ്ലോട്ട് പോയിന്റ്, ഇപ്പോൾ നളദമയന്തിയിൽ ശരിക്കുമുള്ള നളദമയന്തി പല രീതിയിലുണ്ട്. ഇവർക്കൊക്കെ കുട്ടികളായിട്ടൊക്കെയാണ് ഈ പല സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചില ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരും. അങ്ങനെ എടുത്ത് മാറ്റിയതാണ് അതൊക്കെ. കാരണം നമ്മുടെ നറേറ്റീവ് പവറിന് എന്താണോ വേണ്ടത്. പിന്നെ ഇത്ര പേജസ്, 1000 പേജാണ് അജയ ഉള്ളത്. മഹാഭാരതം എത്ര വലുതാണ്. ഇത് സിനിമയാക്കുമ്പോഴാണ് പ്രത്യേകിച്ച് 2 മണിക്കൂറിൽ 50-54 സീക്വൻസിൽ തീർക്കണം ഈ പറഞ്ഞ സാധനം മുഴുവൻ. അപ്പോൾ കണ്ടമാനം സാധനം പോകും. പലരും പറയില്ലേ ബുക്കിൽ നിന്ന് സിനിമയാക്കിയപ്പോൾ ആ രസം കിട്ടിയില്ല എന്ന്. ഒന്ന് ബഡ്ജറ്റിൻ്റെ പ്രശ്നം. എനിക്കിവിടെ ഞാനിത് ആദ്യം എഴുതിയ സമയത്ത് കോവിഡ് കാരണം തട്ടിപ്പോയൊരു സാധനമുണ്ട്. കോവിഡ്, ഇത് നെറ്റ്ഫ്ലിക്സിൽ ബാഹുബലി സീരീസ്, ഗെയിം ഓഫ് ത്രോൺസ് പോലെ വരികയായിരുന്നു. 120 കോടി രൂപ ചിലവാക്കി അവർ എടുത്തു വെച്ചപ്പോഴാണ് കോവിഡ് സ്ട്രൈക്ക് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ 2-3 ആക്ടേഴ്സ് മരിച്ചുപോയി. പിന്നെ ഫുള്ള് ഷൂട്ട് ചെയ്ത സാധനമാണ്. യുദ്ധം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യുദ്ധം തിരിച്ച് കോവിഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 12 വയസ്സുള്ള കുട്ടിക്ക് 16 വയസ്സായി, ലുക്കൊക്കെ മാറി. അങ്ങനെ ആ ഇത് സാധനം നിന്നുപോയി. പക്ഷെ അതിൽ വരെ അദ്ദേഹം പറഞ്ഞു, രാജമൗലി പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിൽ എഴുതി വെക്കാമല്ലോ. 10 ലക്ഷം പേര് വന്ന് 15 ഡ്രാഗൺ വന്നു എന്നൊക്കെ എഴുതി വെക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കണ്ടേ ഫെസിലിറ്റി. അപ്പോൾ വേണ്ട മാത്രമേ ഇതിൽ നിന്ന് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ബുക്കിൽ എന്തും എഴുതാം. അപ്പോൾ ബുക്ക് എഴുതുമ്പോഴും എന്ത് എഴുതുമ്പോഴും ചില ക്യാരക്ടേഴ്സ് നമ്മൾ മാറ്റിയേ പറ്റും. അതുകൊണ്ട് മാറ്റിയതാണത്. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങനെ ആവണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ബുക്സ് എഴുതിയത്. അപ്പോൾ ഞാൻ ഈ മെനി രാമായണസ് കൺക്ലൂഡ് ചെയ്യണ സാധനമുണ്ട്. അനവധി രാമായണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഒരെണ്ണം നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതി വന്നാണ് ഇത്രയും രാമായണങ്ങൾ. ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ദ ക്രിയേറ്റീവ് റീടെല്ലിംഗ് ഓഫ് എപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് അമിഷിൻ്റെ. അപ്പോൾ അതിനകത്ത് സാറിനിപ്പോൾ അദ്ദേഹം വേറൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് പറഞ്ഞത്. നമ്മളുടെ ഇന്ത്യൻ കൾച്ചറും സിവിലൈസേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അടുത്തൊരു ജനറേഷന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ആ ഒരു പോയിന്റ് എന്താണ്? അതായത് അതൊരു അഡ്വാൻറ്റേജ് ആണോ അതൊരു റെസ്പോൺസിബിലിറ്റിയാണോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ വലിയ മഹത്തായ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഐ ആം എൻജോയിങ് ദിസ് പ്രോസസ്സ്. അപ്പോൾ ഞാൻ അമീഷ് എനിക്ക് ബോംബെ തന്നെ, ഞങ്ങൾ നെയ്ബേഴ്സാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ ഒന്നിച്ച് പോവുകയൊക്കെ ചെയ്തിരുന്നു. കുറേയൊക്കെ അജണ്ട ഡ്രിവണായിട്ട് എഴുതുന്നത് പല എഴുത്തുകാരെ അജണ്ട ഡ്രിവണായിട്ട് എഴുതാറുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി കൂടി എഴുതുന്ന ധാരാളം എഴുത്തുകാരുണ്ട്, റൈറ്റിസ്റ്റ് ഐഡിയോളജി കൂടി എഴുതുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല, അവരുടെ ചോയ്സ് ആണല്ലോ. എന്നെ സംബന്ധിച്ച് ഒരു ഐഡിയോളജി ഉള്ളൂ. ഞാൻ ഒരു ആക്ടറെ പോലെയാണ്. ഞാനിപ്പോൾ ആക്ടിംഗ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. 3-4 ആഡ്സിലൊക്കെ ആക്ട് ചെയ്തു. ഇവിടെ വല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ചാൻസ് തരാൻ ചോദിക്കുകയാണ്.
അതുപോട്ടെ ആക്ടർ പോലെയാണ്. അപ്പോൾ ആക്ടർ എങ്ങനെയാണ് ചെയ്യുക? ചില സിനിമയിൽ വില്ലനായിട്ട് വരും. ഇപ്പോൾ ഫഹദ് ചെയ്യണ പോലെ ചിലർ വില്ലനായിട്ട് വരും, ചിലർ കോമഡി ആയിട്ട് വരും. ഞാൻ എല്ലാ ഫോം ഓഫ് ലിറ്ററേച്ചറും ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അത് എഴുതുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഭക്തിപരമായിട്ടുള്ളൊരു